മൂന്നാറിൽ വന്നിട്ടുള്ള ഫസ്റ്റ് പകലാണ് ഈ കാണിക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു. എൻ്റെ ഈ ജാക്കറ്റൊന്നും കണ്ടാരും പേടിക്കണ്ട, കാശ്മീരിലൊന്നല്ല. എനിക്ക് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല വ്യൂ ഒക്കെ ആയിട്ടാണ് രാവിലെ കണ്ടുകൊണ്ടാണ് നീറ്റത്. എന്നിട്ട് ഞങ്ങൾ നേരെ രാവിലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ അടുത്തുള്ളൊരു ഗുരുഭവൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അത് ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് വല്ലാതെ റഷല്ല ടൗൺ. എന്നാൽ കൂടിയും പാർക്കിങ്ങിന് ഒരു ഏരിയ ഇല്ലാത്ത ടൗണാണ് കേട്ടോ മൂന്നാർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പോയത് ഗ്യാപ്പ് റോഡ് വഴിയാണ്. ഗ്യാപ്പ് റോഡ് വഴി ദേവികുളത്താണ് പോയിട്ടുള്ളത്. ദേവികുളത്താണ് വലിയേട്ടൻ്റെ ഓഫീസുള്ളത്. ഓഫീസിലൊക്കെ ഞങ്ങൾ പോയി അവിടെ കുറച്ച് നേരം ചിലവഴിച്ച് അവിടെയുള്ള ആൾക്കാരെ സ്റ്റാഫിനെ എല്ലാവരെയും കണ്ടു. ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ചോദിച്ചു എൻ്റെ പോയി അങ്ങനെ ചോദിച്ചു കുഞ്ഞാ. അപ്പോ ബോബു പറഞ്ഞു വെക്കണോ രാജാവേ പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു ഇന്ന അവിടെ എന്നെ പറ്റുന്ന. അപ്പൊ ബോബു പിന്നെ പറഞ്ഞത് താങ്ക് യു രാജാവേ. ശ്രേയമോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ നാട്ടിലെ ചൂടാണ് മോൾക്ക് പറ്റാത്തത്. ഇവിടെ വന്നപ്പോൾ തണുപ്പിഷോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചെങ്കിലും ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ എനിവേ നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ലഞ്ച് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് നിൽക്കുന്ന ക്വാർട്ടേഴ്സിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള മാർക്കറ്റിലും പിന്നെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കയറിയിട്ട് കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കാറി കയറ്റി അങ്ങനെ വീട്ടിലെത്തിയിട്ട് ചോറ് വെച്ചു. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മീൻ കറി വെച്ചു. ഇതെന്തായിരുന്നു സിലോപ്പിന്നോ അങ്ങനെ എന്തോ കേട്ടോ മീനിൻ്റെ പേര്. പിന്നെ ഒരു ചെറുപയർ, നമ്മൾ മുളപ്പിച്ച ചെറുപയറിൻ്റെ ഒരു തോരൻ പോലെ അതും വെച്ചു. അങ്ങനെ ഈവനിങ് നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് ഈവനിങ് വെയിലൊക്കെ ആറിയിട്ട് നമ്മൾ വീണ്ടും ഗ്യാപ്പ് റോഡിനാണ് വന്നിട്ടുള്ളത്. വെയിൽ വല്ലാതെ ഉണ്ടാകുമ്പോൾ അവിടെ ബുദ്ധിമുട്ടായിരിക്കും. വൈകുന്നേരം ആയെങ്കിൽ കൂടിയും കണ്ടു നല്ല വെയിലായിരുന്നു. കുടയൊക്കെ ചൂടിയിട്ടാണ് നിന്നത്. വെയിലടിച്ചിട്ട് സെൽഫിക്കോ വീഡിയോയ്ക്ക് ഒന്നും പോസ് ചെയ്യാൻ കൂടി വയ്യായിരുന്നു, അത്രയും വെയിലായിരുന്നു. പക്ഷേ ആ വെയിലത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡിലെ ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഒരു മല തുറന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ റോഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരു ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞത്. പിന്നെ ഈ ഒരു എൻഡ് എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചക്രമുടി മൗണ്ടൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റോക്ക് കേവ് എന്ന് പറയുന്ന സെറ്റപ്പാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ ഒരു കേവ് പോലത്തെ ഒരു സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ ഈ ഒരു വണ്ടി ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്താട്ടോ. ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടില്ല. അവിടെ നിന്ന് കണ്ടപ്പോൾ കൗതുകം തോന്നി അങ്ങനെ എടുത്തത്. ഇവിടെ വ്യൂസൊക്കെ കണ്ട് അതിൽ പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. അച്ഛനമ്മയും കൂടെ അതിൽ ഇറങ്ങി തിരിച്ചു കയറാൻ മടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ഡേ ഓഫ് മൂന്നാർ എന്ന് പറയുന്നത്.